ഹായ് ഗായ്സ്, മൗനം സമ്മതത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ 323ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്യാം. അപ്പം നമുക്ക് വൈകിപ്പിക്കാതെ തന്നെ എപ്പിസോഡിലേക്ക് പോവാം. എപ്പിസോഡ് നടക്കുന്നത് കാണിക്കുന്നത് മാനസിയും ആശയും സോജയാണ്. മാനസി പറയണം, ശരി എന്നാ ഞാൻ ഭരതിനെ വിട്ടേക്കാം. നിങ്ങളെല്ലാവരും പറയുന്നതുകൊണ്ട് ഞാൻ ഇനി ഭരതിന്റെ പറയും നടക്കുന്നില്ല. പക്ഷെ ഞാൻ ഭരതിനെ ഒഴിവാക്കിയെന്ന് വിചാരിച്ച് ഭരതിന് എന്നോടുള്ള സ്നേഹം കുറയുന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ ഭരതിനെ ഒഴിവാക്കിയും അവൻ എന്നോടുള്ള ഇഷ്ടം ഒരു തരി പോലും കുറയാൻ പോകുന്നില്ല. പിന്നെ ആശ, ഞാൻ എന്തിനാണ് എൻ്റെ സുഹൃത്തിന് വേണ്ടി എൻ്റെ പ്രണയത്തെ ഇല്ലാതാക്കുന്നത്? വേണമെങ്കിൽ എനിക്ക് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാനിപ്പോൾ നിന്നോട് അശോകിനെ എനിക്ക് വേണ്ടി വിട്ടിടാൻ പറഞ്ഞാൽ നീ ഒഴിവാക്കുക അശോകിനെ. ഇത് കേട്ട് സോജ ആശ ആകെ അത്ഭുതപ്പെടുകയാണ്. ആശ പറയും, ഇല്ല, ഞാൻ ഒരിക്കലും അശോകിനെ വിട്ടുതരില്ല. അതുപോലെ തന്നെയാണ് ഞാനും. എനിക്കൊരിക്കലും ആർക്കും വേണ്ടി ഭരതനെ വിട്ടെടുക്കാൻ പറ്റില്ല. പക്ഷെ മാനസി, ഞാനും അശോക് എന്ന് പറയുന്നത് കല്യാണ ബന്ധമാണ്, നിങ്ങളുടെ പോലെയല്ല. അശോക് എന്റെ ഭർത്താവാണ്, അതുപോലെ തന്നെ ഭരതേട്ടൻ സോജേട്ടത്തിയുടെ ഭർത്താവാണ്. വിവാഹബന്ധം എന്ന് പറയുന്നത് ആദ്യം മുതൽ അവസാനം വരെ നിലനിൽക്കേണ്ടതാണ്. അപ്പോൾ നീയുമായുള്ള ബന്ധം തെറ്റാണെന്ന് എനിക്ക് തന്നെ തോന്നുന്നില്ലേ മാനസി? അപ്പൊ മാനസി പറയാണ്, ഭരത് എന്താ വല്ല പ്രോപ്പർട്ടിയോ മറ്റോ ആണോ ഇങ്ങനെ അവകാശത്തെ കുറിച്ചൊക്കെ സംസാരിക്കാൻ? ഭരത് എന്നെ സ്നേഹിക്കുന്നു, അതുപോലെ തന്നെ ഞാനും ഭരതനെ സ്നേഹിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. അതിനിപ്പോ എന്താ ഇത്ര വലിയ വിഷയാക്കാൻ? അപ്പൊ ആശ പറയും, അതെ നീ പറഞ്ഞ ശരിയാണ്. ആർക്കും ആരോട് വേണമെങ്കിൽ എപ്പോ വേണമെങ്കിലും പ്രണയം തോന്നാം. പക്ഷെ ഭരതേട്ടനെ കല്യാണം കഴിച്ചതാണ് കുട്ടിയുണ്ടെന്നുള്ള കാര്യം നീ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലേ? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഭരതേട്ടന്റെ മനസ്സിൽ ഏറ്റവും വലിയ സ്ഥാനം കൊടുക്കേണ്ടത് സോജേട്ടത്തിക്ക് മാത്രമായിരിക്കും. ഇത് ഞാൻ പറയുന്നതല്ല, ലോകം മുഴുവൻ പറയുന്നതാണ്. കാരണം ലോകത്തിന്റെ മുന്നിൽ ഭരതേട്ടനും സോജേട്ടത്തിയും ഭാര്യ ഭർത്താക്കന്മാരാണ്. അപ്പോൾ നീയോ? ഐ എം ഷുവർ യു നോ വാട്ട് ഐ മീൻ. നോക്ക് മാനസി, ഞാൻ നിന്നോട് മര്യാദക്കെല്ലാം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് ഭരതേട്ടന്റെ ജീവിതത്തിൽ നിന്നും തീർച്ചയായിട്ടും പോയേണ്ടി വരും. അത് നിനക്ക് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും. അതുകൊണ്ട് നിനക്ക് ഇനിയും സമയമുണ്ട്. നീ നല്ലൊരു തീരുമാനം എടുക്കുക. ആശേ, ആരുടെ ജീവിതത്തിൽ നിന്ന് ആര് പോണെന്ന് കാലം തന്നെ തീരുമാനിച്ചോളൂ. ഇനിമേലും നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരും എന്ന തെറ്റ് ആവർത്തിക്കാതിരുന്നാൽ മതി. ഐ തിങ്ക് യു ഗൈസ് ഷുഡ് ലീവ് നൗ. മാനസി അങ്ങനെ ആശയോടും സോജയോടും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പറയാണ്. അപ്പൊ ആശ സോജയുടെ കൈ പിടിച്ച് പറയും, മാ സോജേച്ചി, ഭരതേട്ടനോട് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് സോജയും കൊണ്ട് ആശ അവിടെ നിന്ന് പോവാണ്. അപ്പൊ മാനസി പറയാണ്, ആശ നിനക്ക് അറിയില്ല, ഭരതിന്റെ സോജയേക്കാൾ എത്രയോ വലിയ പ്രണയമാണ് ഞാനും ഭരതും തമ്മിലുള്ളത്. അത് നിനക്ക് ഒരിക്കലും മനസ്സിലാവാൻ പോകുന്നില്ല. പിന്നെ നീ എന്തൊക്കെ ശ്രമിച്ചാലും ഭരതിനെയും എന്നെയും പിരിക്കാൻ ആർക്കും കഴിയില്ല എന്ന് മാനസി പറയാണ്. പിന്നീട് കാണിക്കുന്നത് കാലന്തിയുടെ വീടാണ്. അവിടെ അൻകുഷും കുട്ടികളും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാലന്തി വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് അൻകുഷിന്റെ മേത്ത്. അപ്പൊ അൻകുഷ് കുറെ പറയാൻ നിർത്തും, പക്ഷെ കാലന്തി നിർത്തുന്നില്ല. അങ്ങനെ അപ്പൊ അൻകുഷ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ തലക്ക് വല്ല വട്ടം ഉണ്ടോന്ന്? അപ്പൊ കാലന്തി പറയും, ഇല്ല എനിക്ക് വട്ടമൊന്നുമില്ല. പക്ഷെ മുതിർന്നവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, വീടുമുറ്റത്ത് എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ അത് വൃത്തിയാക്കണമെന്ന്. ഞാൻ നിന്റെ പോലെ ഒന്നല്ല. മുതിർന്നവർ പറയുന്നത് ഞാൻ നന്നായി അനുസരിക്കാറുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോ അതുപോലെ ചെയ്യൂ. പിന്നെ തെരുവിൽ എപ്പോഴും ഒരു ഗുണ്ടേ ഉണ്ടാവുള്ളൂ. ആ ഗുണ്ട. അപ്പൊ അൻകുഷ് പറയും, ആ ഗുണ്ട ആരാന്ന് ഞാനിപ്പോ കാണിച്ചു തരും. ഇനി അറിയാതെ ഇതുപോലത്തെ പരിപാടി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആരാണെന്ന് നിങ്ങളും അറിയും എന്ന് പറഞ്ഞിട്ട് അൻകുഷ് അവിടുന്ന് അവരെ നല്ലൊരു നോട്ടം നോക്കി വണ്ടി എടുത്തുകൊണ്ട് പോവാണ്. പിന്നീട് കാണിക്കുന്നത് ആശയാണ്. ആശ ഭരത് വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോഴാണ് ഭരത് അങ്ങോട്ട് വരുന്നത്. അപ്പൊ ആശ ഭരതിന്റെ അടുത്തേക്ക് പോയി സംസാരിക്കുകയാണ്. അപ്പൊ ആശ അറിയാൻ എനിക്ക് മാനസിയെ കുറിച്ചാണ് സംസാരിക്കുകയാണത്. അപ്പൊ തന്നെ ഭരതിന് കാര്യം മനസ്സിലാവും. ഭരത് പറയാണ്, ആശ ഇത് നോക്കും, എനിക്ക് മനസ്സിലായി, സോജ നിന്നോടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന്. ഞാൻ നിന്നെ ഒരു അനിയത്തെ വേളയിൽ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നോട് കള്ളം പറയാനാവില്ല. അതുകൊണ്ട് നീ ഇപ്പൊ കേട്ടതെല്ലാം ശരിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ആശ പറയും, ഒരിക്കലും ഒരു ഭാര്യക്ക് ഭർത്താവിനെ ഇങ്ങനെ കാണാൻ സാധിക്കില്ല. ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. എനിക്കറിയാം, നിങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്, ഒരുപാട് തർക്കങ്ങളുണ്ട്. പക്ഷെ എന്ന് വിചാരിച്ച് ഒരിക്കലും നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തരുത്. എന്ത് പ്രശ്നമാണെങ്കിലും അത് നമ്മൾ സംസാരിച്ച് തീർക്കാവുന്ന അത്ര വരെ ഉണ്ടാവാൻ പാടുള്ളൂ. അതിനപ്പുറം നമ്മൾ അത് കൊണ്ടുപോകാൻ പാടില്ല. ചോദിച്ച് നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടാണ് നിങ്ങളെ മറ്റൊരു സ്ത്രീയുടെ കൂടെ കാണുമ്പോൾ അവർ ഇത്ര അധികം വിഷമിക്കുന്നത്. നിങ്ങൾ എന്റെ അശോകിന്റെയും പ്രശ്നം നോക്കൂ. ഞങ്ങൾ തമ്മിൽ ഒരുപാട് വഴക്കുണ്ട്, ഒരുപാട് അകൽച്ചയിലുമാണ്. പക്ഷേ അങ്ങനെയല്ല, ഞങ്ങൾ എന്തൊക്കെ വഴക്കുകൂടെ ഞങ്ങൾക്കുള്ളിൽ സ്നേഹമുണ്ടെന്ന് ഭരതേട്ടൻ തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞു തന്നത്. ഭരതേട്ടൻ എനിക്ക് ഒരുപാട് ആത്മവിശ്വാസം തന്നിട്ടുണ്ട്. പക്ഷേ ഈ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഭരതേട്ടനോടുള്ള വിശ്വാസമെല്ലാം തകർന്നു പോവാണ് ചെയ്തത്. എല്ലാ കാര്യത്തിലും ഞാൻ ഭരതേട്ടന്റെ കൂടെ തന്നെ നിന്നിട്ടുള്ളൂ. പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ സോജേച്ചിയുടെ കൂടെയാണ്. ഞാൻ മാത്രമല്ല, ഈ കാര്യത്തിൽ അമ്മയും ഞാനും സോജേച്ചിയുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. ഒരു സ്ത്രീയുടെ സെൽഫ് റെസ്പെക്ട് കളയാൻ ആർക്കും കഴിയില്ല. അതിനവൾ ഒരിക്കലും സമ്മതിക്കില്ല, അത് അവളുടെ ഭർത്താവാണെങ്കിൽ പോലും. ഇതെല്ലാം കേട്ടോണ്ട് സോജ ആകെ ഇമോഷനായി അവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഭരത് പറയുന്നത്, പക്ഷേ ആശ ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ എന്നെ കൊണ്ട് കഴിയുന്നില്ല. സോജയും ഞാനുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല. ഇപ്പോൾ ഞങ്ങൾക്കിടയിൽ കാവ്യ മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നും എനിക്ക് അവളോടില്ല എന്ന് പറയാണ്.
അപ്പൊ ആശ പറയും, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇപ്പോഴും സോജേട്ടത്തിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ സോജ പറയും, പക്ഷെ നിങ്ങൾക്ക് എന്നെ ഒരിക്കലും ഇഷ്ടപ്പെടാൻ കഴിയില്ല ഭരത്, അതുകൊണ്ട് ഞാൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പോയി തരാന്ന് പറഞ്ഞിട്ട് സോജ അവിടെ പോവാണ്. അപ്പൊ ആശ പറയാണ്, നിങ്ങൾ ഇത്രയും വലിയൊരു തീരുമാനം എടുക്കുമ്പോൾ എല്ലാത്തിനെയും കുറിച്ച് ആലോചിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ വീടിനെ കുറിച്ച്, നമ്മുടെ കുടുംബത്തെ കുറിച്ച്, സോജേട്ടത്തെ കുറിച്ച്, ഏറ്റവും വലുതായിട്ട് കാവ്യമോളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടതായിരുന്നു. കാവ്യമോൾക്ക് എന്ത് സംഭവിക്കും? നിങ്ങൾ രണ്ടുപേരും രണ്ടായി നടന്നാൽ അവൾക്ക് അവളുടെ അമ്മയുടെയും അച്ഛൻ്റെയും സ്നേഹമാണ് നഷ്ടപ്പെടുന്നത്. ഒന്നില്ലെങ്കിലും നിങ്ങൾ കാവ്യയെക്കുറിച്ചെങ്കിലും ചിന്തിക്കുമെന്ന് പറഞ്ഞിട്ട് ആശ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ഭരത് ഇങ്ങനെ ആലോചിക്കും, ആശ അതിനെക്കുറിച്ച് ഞാൻ തീരുമാനിച്ചതാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ സോജയുടെ കൂടെ തന്നെ നിൽക്കുന്നത്. എനിക്ക് മനസ്സിയെ ഇഷ്ടമാണ്, അവളെ എനിക്ക് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയില്ല. പിന്നീട് കാണിക്കുന്നത് സോജയാണ്. സോജ കാവ്യമോളുടെ ഒരു സ്ഥലത്ത് പോവാന്ന് പറഞ്ഞിട്ട് ഒരുക്കിയിരുത്തിരിക്കുകയാണ്. കാവ്യമോൾ ചോദിക്കുന്നുണ്ട്, അമ്മ നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന്. അപ്പൊ സോജ പറയാണ്, എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്കറിയില്ല, നമുക്ക് എവിടേക്കെങ്കിലും പോകണമെന്ന് പറഞ്ഞിട്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുകയാണ്. അവളുടെ ഡ്രസ്സും കാവ്യയുടെ ഡ്രസ്സൊക്കെ എടുത്ത് ബാഗിലേക്ക് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഭരത് അങ്ങോട്ട് വരുന്നത്. ഇപ്പൊ ഭരത് ഇത് കണ്ടിട്ട്, എന്താ സോജ നീ എന്താ കാണിക്കുന്നത്, നീ ഇപ്പം എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കണേ. അപ്പം സോജ ആണെങ്കിൽ ദേഷ്യത്തിൽ കൈയൊക്കെ മാറ്റി പറയാണ്, ഞാൻ എങ്ങോട്ട് പോയത്, നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് സോജ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അഞ്ജലി ആശയാണ്. അഞ്ജലി എന്ന് പറയാണ്, എനിക്ക് ഒരുപാട് പേടിയാവുന്നുണ്ട്, ഭരതനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്നാണ് തോന്നുന്നത്, അവനൊന്നും കാര്യമായിട്ട് എടുക്കാൻ പോകുന്നില്ല. അപ്പൊ ആശ പറയും, അതെ ഭരതനോട് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യേണ്ടിയിരിക്കുന്നു. പക്ഷെ ഞാൻ അത്ര പെട്ടെന്ന് തോൽവി സമ്മതിക്കുന്ന ആളല്ല. ഭരതേട്ടൻ്റെയും സോജേട്ടത്തിയുടെയും ബന്ധം എത്ര പെട്ടെന്ന് വേർപിരിയാൻ ഞാൻ സമ്മതിക്കില്ല. പക്ഷെ അതിനൊരു വഴിയുണ്ട്, ഒരാൾ പറഞ്ഞാൽ ഭരതേട്ടൻ തീർച്ചയായിട്ടും കേൾക്കുമെന്ന് പറയും. അപ്പൊ അഞ്ജലി ആരാന്ന് ചോദിക്കുമ്പോൾ അത് അശോകാണ്. അശോക് പറഞ്ഞാൽ എന്തായാലും ഭരതേട്ടൻ അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറയാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ അശോകനോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് വരാമെന്ന് പറയുമ്പോൾ അഞ്ജലി ഇങ്ങനെ തടയുന്ന രീതിയിൽ ഇങ്ങനെ ആശയെ പിടിക്കുകയാണ്. അപ്പൊ ആശയ്ക്ക് മനസ്സിലാവും ആ കയറിനെ കുറിച്ചാണ് അഞ്ജലി പറയാൻ ശ്രമിക്കുന്നതെന്ന്. അതായത് ആ കയർ അവിടെ കെട്ടിയിരിക്കുന്നത് ഇവർക്ക് തമ്മിൽ കോണ്ടാക്ട് ഇല്ലാതിരിക്കാനാണല്ലോ. അപ്പൊ അശോക് അടുത്ത് പോയി സംസാരിക്കാൻ പറ്റുന്നില്ല ആശയ്ക്ക്. പക്ഷെ ആശ പറയാണ്, അതൊന്നും എനിക്കൊരു കുഴപ്പമുള്ള കാര്യമല്ല, ഇത് ഞാനിപ്പോൾ അശോകനടുത്ത് സംസാരിച്ചില്ലെങ്കിൽ പിന്നെ ഒരുപാട് വലിയ കുടുംബ പ്രശ്നമായി തീരും. അത് ഇങ്ങനത്തെ സമയത്തെല്ലാം നമ്മളത് നോക്കി നിന്നിട്ട് കാര്യമില്ല, എന്തായാലും പ്രശ്നം വഷളാക്കാതെ പോയി പറയുന്നതെന്നുള്ളതെന്ന് പറഞ്ഞിട്ട് ആശ അവിടുന്ന് അശോകൻ്റെ അടുത്തേക്ക് സംസാരിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ സോജ വീണ്ടും പോകാനായിട്ട് കാവ്യ വിളിച്ച് പോകാൻ നിൽക്കുമ്പോൾ ഭരത് പറയും, നീ എങ്ങോട്ട് വേണമെങ്കിലും ഇറങ്ങിപ്പോയിക്കോ, പക്ഷെ കാവ്യമോളെ കൊണ്ടുവരുന്നത് അവൾ എൻ്റെ കുടി മോളാണെന്ന്. അപ്പൊ സോജ പറയും, കാവ്യ കൊണ്ടുവരാനുള്ള എല്ലാ അവകാശം എനിക്കുണ്ട്, അല്ല നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്, നിങ്ങൾ കാവ്യക്ക് വേണ്ടി എന്താണ് ചെയ്തിരിക്കുന്നത്, 24 മണിക്കൂർ നിങ്ങൾക്ക് മനസ്സിൻ്റെ അടുത്ത് പോകാനുള്ള നേരമുള്ളൂ എന്ന് പറയും. അപ്പൊ വെറുതെ പറയും, കാവ്യയുടെ മുന്നിൽ വെച്ചാണ് ഇങ്ങനെ പറയുന്നത്, മോളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയും. ഞാനിപ്പോ ഇത്രേ പറയുന്നുള്ളൂ, അല്ല ഇപ്പൊ നിങ്ങൾക്ക് എവിടുന്ന മോളെ കുറിച്ച് ഇത്ര വലിയ ചിന്ത വന്നത്, നിങ്ങൾ മനസ്സിന്റെ കൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല, ഒന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു മകളുണ്ടെന്ന് പോലും നിങ്ങൾ ചിന്തിച്ചില്ലല്ലോ അവളുടെ കൂടെ പോകുമ്പോൾ, പിന്നെ അവളും കൂടി പ്രശ്നങ്ങളൊക്കെ അറിയട്ടെ, ഒരു പുരുഷന്മാരുടെ സ്വഭാവം എന്താണ് അവളും കൂടി മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കാവ്യ വിളിച്ചുകൊണ്ട് പോകാൻ നിൽക്കുമ്പോൾ ഭരത് സോജയുടെ കൈ പിടിക്കുകയാണ്. അപ്പൊ സോജ ആണെങ്കിൽ മാറി നിൽക്ക് ഭരത് പറഞ്ഞിട്ട് ഭരതിനെ തള്ളിയിടുകയാണ്. അങ്ങനെ ഭരത് സ്ഥലത്ത് പോയി വീഴാണ്. പിന്നെ സോജ കാവ്യം കൊണ്ട് പോകാൻ നിൽക്കുമ്പോൾ കാവ്യ ചോദിക്കും, അമ്മ അച്ഛനെ കൂടി കൊണ്ടുപോകാന്ന് പറയും. അപ്പൊ ആണെങ്കിൽ സോജ ദേഷ്യം പിടിച്ച് കാവ്യം കൊണ്ട് പോകുമ്പോൾ ഭരതാണെങ്കിൽ സോജയുടെയും കാവ്യയുടെയും പിന്നാലെ നിൽക്കാൻ പറഞ്ഞുകൊണ്ട് ഓടി വരികയാണ്. അപ്പോഴാണ് അശോക് വീട്ടിലെത്തുന്നത്. അപ്പൊ അശോക് പറയും, അശോക് എനിക്ക് നിങ്ങളോട് കുറിച്ച് സംസാരിക്കാനുണ്ട്. അപ്പൊ അശോക് പറയും, ഇല്ല എനിക്കത് കേൾക്കണം എന്നുള്ളതെന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുമ്പോൾ അശോക് പറയും, എനിക്ക് ഭരതേട്ടനെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. അപ്പൊ അശോക് അവിടെ നിൽക്കുമ്പോഴാണ് മുകളിൽ നിന്ന് ഭരതേട്ടനും സോജയും കാവ്യ എല്ലാം കൂടി ഇങ്ങനെ ദേഷ്യം പിടിച്ച് ഒരുപാട് ചീത്തൊക്കെ പറഞ്ഞിങ്ങനെ അവിടെ ഇറങ്ങിയിരുന്ന് കാണുന്നത്. അങ്ങനെ അവരവിടെ വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എവിടെ എന്തൊക്കെ പറഞ്ഞാലും ഇനി മേലെ നിങ്ങളുടെ കൂടെ എനിക്ക് നിൽക്കാൻ കഴിയില്ല, ഈ തീരുമാനം ഞാൻ അന്ന് തന്നെ എടുക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞിട്ട് സോജയും ഭരതയും അവിടെ നിന്ന് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് കാണുന്ന അശോകാണെങ്കിൽ ചോദിക്കുകയാണ്, സോജ ചേച്ചി ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്താണെന്ന് പറഞ്ഞതാന്ന് പറയാണ്. അപ്പൊ സോജ പറയാണ്, അത് ചോദിക്കേണ്ടത് എന്നോടല്ല, അത് അച്ഛനോടും ഭരതേട്ടനോടും ചോദിച്ചാൽ മതി, അവരും എന്നെ പറഞ്ഞു തരും എന്താണ് സംഭവം എന്ന് പറയാണ്. അപ്പൊ അശോകാണെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറ, എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സോജ പറയാണ്, എന്തു പറ്റി ഭരത്, നിനക്കിപ്പോ ഒന്ന് പറയാനില്ലേ, എന്താ നിനക്കൊന്നും പറയാൻ പറ്റാത്തത്, കാരണം നിനക്ക് തന്നെ അറിയാം നീ ചെയ്യുന്നത് വളരെ വലിയൊരു തെറ്റാണ്, അതുകൊണ്ടാണ് നീ ഇങ്ങനെ തല കുനിച്ച് നിൽക്കേണ്ടി വരുന്നതെന്ന് പറയാണ്. എന്നിട്ട് സോജ ഭരതനോട് കുറെ പറയാൻ പറയുന്നുണ്ട്. പക്ഷെ ഭരത് അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ സോജ തന്നെ പറയണം, എനിക്ക് കേൾക്കണോ, എന്റെ ചേട്ടന് വേറെ ഒരു പെണ്ണുമായ റിലേഷനിലാണെന്ന് പറയും. ഇത് കേൾക്കുന്ന അശോക് ആകെ ഞെട്ടിപ്പോവാണ്. അപ്പൊ അശോക് ചോദിക്കാൻ നിൽക്കുമ്പോൾ ഭരത് പറയാണ്, വേണ്ട അശോക്, എന്നോടൊന്നും ചോദിക്കണ്ട, നിങ്ങളിപ്പോൾ കേട്ടതെല്ലാം ശരി തന്നെയാണ്, എനിക്ക് ഇതിന് ഇനി വേറെ തീരുമാനം എടുക്കാനില്ല, തീരുമാനമൊക്കെ ഞാൻ എടുത്തു കഴിഞ്ഞു. എന്നിട്ട് സോജയോട് പറയാണ്, നിനക്കല്ലേ പോകണമെന്ന് പറഞ്ഞത്, നീ ഇനി എവിടെ വേണമെങ്കിലും പോയിക്കോ, എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ഭരത് അവിടെ നിന്ന് പോവാണ്. അപ്പൊ അശോക് ഭരതനെ തടഞ്ഞുകൊണ്ട് പറയാണ്, ഭരതേട്ടൻ എങ്ങോട്ടാ പോകുന്നത്, ഇങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവുക,
ഭരതേട്ടൻ ഇവിടെ സോജേച്ചിയും കാവ്യമോളെ ഒറ്റക്കാക്കിയാണ് പോകുന്നതെന്ന് പറയാണ്. പക്ഷെ ബല ഒന്നും മൈൻഡ് ചെയ്യാതെ അശോകന്റെ കൈ തട്ടി മാറ്റിയിട്ട് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ സോജ അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സോജ പറയാണ്, എനിക്ക് തെറ്റുപറ്റി. ആൾക്കാരെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ എനിക്ക് വളരെ വലിയ തെറ്റാണ് പറ്റിയത്. അമ്മയെക്കുറിച്ച് ഞാൻ വളരെ മോശമായാണ് വിചാരിച്ചിരുന്നത്. കാരണം അമ്മ എപ്പോഴും എന്നെ ശകാരിക്കുകയും വഴക്ക് പറയുകയും എൻ്റെ കുറ്റം കണ്ടെത്തുകയും മാത്രമായിരുന്നു. അതുപോലെ തന്നെ എന്നെ നില മറന്ന് കളിക്കരുത്, നിന്റെ നില ഇതാണ്, നിന്റെ സ്ഥാനം ഇതാണെന്ന് പറഞ്ഞ് എപ്പോഴും എന്നെ വഴക്ക് പറയുമായിരുന്നു. പക്ഷെ അതൊക്കെ എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് ഇന്നലെ എനിക്ക് അച്ഛൻ്റെ സ്വരൂപം കണ്ടപ്പോഴാണ് മനസ്സിലായത്. അപ്പോഴെല്ലാം അമ്മയുടെ മനസ്സിൽ കല്ലാക്കിക്കൊണ്ടാണ് ഞങ്ങളോട് ഇതെല്ലാം പറഞ്ഞിരുന്നത്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം പേരും പ്രശസ്തിയും അഭിമാനവും മാത്രമാണ് ഉള്ളത്. വേറെ ഒന്നിനും അച്ഛൻ വേറെ കർത്തിക്കുന്നതേ ഇല്ല. സത്യം പറയാൻ മക്കളെല്ലാം നിങ്ങളെ പോലെ തന്നെ വളരെ നല്ലവരാണമ്മേ. പക്ഷെ അതെല്ലാം കളഞ്ഞു കുടിക്കാനായിട്ട് അച്ഛൻ്റെ രക്തം എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത് എന്ന് സോജ പറയുമ്പോൾ അച്ഛനും അമ്മയും എല്ലാവരും ആകെ ഷോക്കായി പോവാണ്. അശോകിൻ്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല. അശോകൻ അതെല്ലാം കേട്ടിങ്ങനെ തളച്ച് നിൽക്കുകയാണ്. എന്നിട്ട് സോജയാണെങ്കിൽ അമ്മയോട് ഒരുപാട് ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ ചെയ്ത തെറ്റിനെല്ലാം ഞാൻ അമ്മയോട് ക്ഷമ ചോദിക്കുകയാണ്. പക്ഷേ എനിക്ക് അമ്മയുടെ കൂടെയാണ് നിൽക്കേണ്ടത്, എനിക്ക് ഇനി ഇവരുടെ കൂടെ നിൽക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സോജ കരയാണ്. പിന്നെ അച്ഛാ, എനിക്ക് എപ്പോഴാണെങ്കിലും എൻ്റെ അമ്മ വീട്ടിലേക്ക് പോകുന്നതാണ്. പക്ഷേ ഞാൻ പോകുന്നില്ല. അത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വീട്ടിലെ ഈ ആഡംബരങ്ങളും കണ്ട് ശ്രദ്ധിച്ചുകൊണ്ടൊന്നല്ല. എൻ്റെ മകൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പോകാതിരിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ പ്രയോജനം ഉണ്ടായേക്കാം. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ തനിസ്വരൂപം കാണിച്ച് എന്നെ ഇവിടെ നിർത്തേണ്ട ആവശ്യം വരില്ല. കാരണം ഞാൻ ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ ഞാനിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൂടെ ആവില്ല. ഈ കയറിനപ്പുറത്ത് അവരുടെ കൂടെ ആയിരിക്കും ഞാൻ നിൽക്കുന്നത്. ഇത് കേട്ടോണ്ട് അശോകിനാകെ ദേഷ്യം പിടിച്ച് സോജയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. സോജേച്ചി ഇപ്പം എന്താ ഈ പറയുന്നത്? കുറച്ച് ദിവസം മുമ്പ് ജ്യോതി ചേച്ചി ഇവിടെ വന്ന് പറഞ്ഞപ്പോൾ സോജേച്ചി ഞങ്ങളുടെ കൂടെ അല്ല നിന്നിരുന്നത്. പിന്നെ ഇപ്പം എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? അതും അങ്ങോട്ട് പോകാൻ നിൽക്കുന്നത് എന്തിനാണ്? ഇപ്പം ആശ പറയാണ്, അശോ ഇപ്പം മനസ്സിലാക്കി കൊടുക്കേണ്ടത് നിങ്ങൾ ഭരതനാണ്, സോജേച്ചി അല്ല എന്ന് പറയണം. ഇനി അഥവാ സോജേച്ചിക്ക് ഞങ്ങളെയാണ് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. അങ്ങനെയെങ്കിലും അച്ഛനിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ. അപ്പം അശോക് പറയും, തെറ്റ് ഭരതന്റെ ഭാഗത്തായേക്കാം, പക്ഷേ നിങ്ങൾ ഈ സമയത്ത് ബുദ്ധിപൂർവ്വമാണ് തീരുമാനം എടുക്കേണ്ടത്. അപ്പം ആശ പറയും, അതെ അങ്ങനെയാണോ? അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഒരുപാട് ശരിയാണ്. ഇപ്പോൾ നേരെ മറിച്ച് സോജേച്ചിയോ അല്ലെങ്കിൽ ഞാനോ ആണിപ്പോൾ ഭരതേട്ടൻ ചെയ്തപോലത്തെ പ്രവൃത്തി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ആവും പെരുമാറുക. ഒരു ഭാര്യയ്ക്ക് ഒരിക്കലും അവളുടെ ഭർത്താവ് മറ്റൊരുത്തിയുടെ കൂടെ പോകുന്നത് കാണാൻ സഹിക്കില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എനിക്കിതുപോലെ വേറൊരാളുമായിട്ട് അഫയർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ബുദ്ധിപൂർവ്വം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ഇത് പറയുമ്പോൾ അശോകിന് ദേഷ്യം വന്ന അച്ഛയൊക്കെയാണ്, നിന്റെ ലിമിറ്റ്സ് ക്രോസ് ചെയ്യാൻ ആശ എന്ന് പറയും. അപ്പം ആശയം പറയും, ഞാനിത് പറഞ്ഞെന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോകുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. എന്തായാലും ഇന്ന് നിങ്ങളൊരു കാര്യം തെളിച്ചിരിക്കുന്നു. നിങ്ങളും എല്ലാ പുരുഷന്മാരെയും പോലെ സ്ത്രീകളെ കുറിച്ച് എപ്പോഴും സ്ത്രീകളാണ് തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണെന്ന് തെളിയിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയും. ഇനി നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് ചേട്ടനെ പോയി മനസ്സിലാക്കൂ. ചേട്ടനാണ് ഇവിടെ തെറ്റ് ചെയ്തിരിക്കുന്നത്. ചേട്ടൻ ചേച്ചിയെ ചതിച്ചോണ്ടാണ് മറ്റൊരു പെണ്ണിൻ്റെ കൂടെ പോകാൻ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ സോജ പറയും, വേണ്ട ആശേ, നീ ഇനി വെറുതെ ഇവരോടൊക്കെ എനിക്ക് വേണ്ടി സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഇവരെല്ലാവരും ഒരേപോലെ തന്നെയാണെന്ന് പറയും. നീ പറഞ്ഞിട്ടില്ലേ ഇത് നിന്റെ വീടാണെന്ന്? അതുപോലെ തന്നെ ഇത് എൻ്റെയും കൂടി വീടാണ്. ഞാനിവിടെ ഇത്രയും വർഷം താമസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല. ഇവിടെ തന്നെ ജീവിക്കും, അതും നിങ്ങളുടെ കൂടെ. ഇവരുടെ കൂടെ എനിക്കിനി നിൽക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഈ കയർ കടന്ന് ഞാൻ ഇനി നിങ്ങളുടെ കൂടെ ഒന്ന് ജീവിക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് സോജ കാവ്യമോളയും കൊണ്ട് ആ കയർ കടന്ന് അപ്പുറത്തേക്ക് പോവാണ്. എന്നിട്ട് പിന്നെ കാലന്തി സോജയോട് കരണ്ട മോളെ എന്നൊക്കെ പറഞ്ഞ് ഉള്ളിലോട്ട് കൊണ്ടുപോവാണ്. പിന്നീടാണെങ്കിൽ അശോക് ആശയെ നല്ലൊരു നോട്ടം നോക്കി അവിടെ നിന്ന് പോവാണ്. അങ്ങനെ പിന്നെ ആശയും നിരഞ്ജനും നേർക്ക് നേരെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് 323 എപ്പിസോഡ് ഇവിടെ കഴിയാണ്. നമ്മളിടുന്ന എപ്പിസോഡ്സ് എല്ലാം ഇവർ പറയുന്ന എല്ലാ ഡയലോഗും എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അതുമല്ല, ഈ വീഡിയോയിൽ നമ്മൾ 2-3 വീഡിയോ ക്ലിപ്സ് ഇട്ടിട്ടുണ്ട്. അപ്പം അതിനഥവാ കോപ്പിറൈറ്റ് ഇഷ്യൂ വരികയാണെങ്കിൽ നമ്മൾ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് അത് വീഡിയോ മാറ്റി അവിടെ ഫോട്ടോ ആക്കിയിട്ട് വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം കോപ്പിറൈറ്റ് ഇഷ്യൂ കിട്ടുമോ ഇല്ലയോ എന്ന്. അപ്പം നമ്മുടെ എപ്പിസോഡ്സ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അത് അടുത്ത ഞായറാഴ്ച രാത്രി 8 മണിക്കായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ സമയം രാത്രി 8 മണിയാണ് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. പിന്നെ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു, ഓരോ ദിവസം ഇടവിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ വെള്ളിയാഴ്ച അപ്ലോഡ് ചെയ്താൽ പിന്നെ ശനിയില്ല ഞായറാഴ്ച അപ്ലോഡ് ചെയ്താൽ പിന്നെ തിങ്കളില്ല ചൊവ്വ, അങ്ങനെ ഇടവിട്ട് എല്ലാ ദിവസവും ഇടവിട്ട് രാത്രി 8 മണിക്കായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് ഞായറാഴ്ച രാത്രി 8 മണിക്ക് കാണാം. അതുവരെ ബായ്.